ഹലോ, ഇന്ന് ഞാൻ എനിക്ക് വേണ്ടി തന്നെ തയ്ച്ചിരിക്കുന്ന ഒരു ടോപ്പാണ്. ഇതൊരു കോട്ടൺ മെറ്റീരിയലാണ് എടുത്തേക്കുന്നത്. ഞാനൊരു വി നെക്കാണ്, കുറച്ച് വൈഡായിട്ടുള്ളൊരു വി നെക്കാണ് നമ്മൾ ലൈനിങ് ഇല്ലാണ്ടാണ് കേട്ടോ ടോപ്പ് തയ്ക്കുന്നത്. ലൈനിങ് ഇല്ലാതെ ഫ്രണ്ടിലൊരു സ്ലിറ്റ് വരുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഫ്രണ്ട് സ്ലിറ്റിൻ്റെ ഭാഗത്ത് നമ്മളൊരു കെട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഹുക്കാണ് കേട്ടോ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ബാക്ക് നെക്ക് നമ്മൾ യു ആണ് കൊടുത്തേക്കുന്നത്. സ്ലീവിൽ എൽബോ സ്ലീവും കൊടുത്തിട്ടുണ്ട്. പാൻറ്റ് നമ്മൾ സെയിം മെറ്റീരിയൽ വെച്ചിട്ടുള്ള പെൻസിൽ ബോട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. മെറ്റീരിയലിൻ്റെ സൈഡിലുണ്ടായിരുന്ന പ്രിൻ്റ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ നെക്കിൽ വെച്ച് കൊടുത്തേക്കുന്നത്. കുറച്ച് നാൾ മുമ്പ് എടുത്ത് വെച്ചിരുന്ന തുണിയായിരുന്നു. നമ്മളെന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ തലേദിവസം ഇരുന്ന് തയ്ക്കുന്ന പതിവുള്ള ആളായതുകൊണ്ട് തന്നെ ഇതെനിക്ക് തലേദിവസം രാത്രി ഇരുന്നിട്ടാണ് കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്ത് തീർക്കണത്. അധികം സമയമൊന്നും എടുത്തില്ല, ലൈനിങ് ഇല്ലാത്ത ടോപ്പായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് തീർത്തു. ഇത് ഞാൻ പാൻറ്റും ടോപ്പും കൂടി വെറും 3 മീറ്റർ തുണിക്കകത്ത് ഒപ്പിച്ചു കേട്ടോ. എങ്ങനെയൊക്കെ ഒത്തുമെന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ പാൻറ്റിൻ്റെ ഭാഗത്ത് ഞാൻ കുറേ പാച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുവിധമൊക്കെ പാൻറ്റും ഞാനൊരു പെൻസിൽ ബോട്ടം പാൻറ്റും ഈ ടോപ്പും കൂടി 3 മീറ്റർ തുണിക്കകത്ത് ഒപ്പിച്ചിട്ടുണ്ട്. ഞാനിന്നൊരു പാനലാക്കിൽ തയ്ക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്തായിരുന്നു കേട്ടോ 3 മീറ്റർ. പിന്നെ ഞാനതിൻ്റെ പ്ലാൻ മാറ്റിയിട്ട് പാൻറ്റും ടോപ്പും കൂടി സെയിം വരുന്ന രീതിയിൽ തയ്ച്ചെടുത്തതാണ്. എനിക്ക് ഹൈറ്റ് കുറവായതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ലെങ്ത്തിൽ തന്നെ കിട്ടി കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ട് സ്ലിറ്റിൻ്റെ ഭാഗം വരുന്നത്. നമ്മുടെ നെക്ക് ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിട്ടതിന് ശേഷമുള്ളൊരു വീഡിയോ കൂടി അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പോയ അമ്പലത്തിൻ്റെ അവിടുത്തെ ഒരു അമ്പലക്കുളത്തിൽ വെച്ചിട്ടാട്ടോ അതിനകത്ത് എടുത്തത്. അപ്പോൾ ഡ്രസ്സ് ഇഷ്ടമായോ എന്ന് കമൻറ്റിൽ പറയണേ.